2026 നോമ്പുകാല ചിന്തകളുടെ 27ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നോമ്പിനെ നാം മനസ്സിലാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നോമ്പ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വിശുദ്ധ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ യേശു ആചരിച്ച സക്രമെന്റിൻ്റെ ധ്വനികൾ കേൾക്കുവാൻ നമുക്ക് കഴിയണം എന്ന ചിന്തയാണ്. ഇത് നോമ്പ് സംബന്ധമായി സാധാരണ ചിന്തിക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് എന്നതുകൊണ്ട് അത് ഏറ്റവും സരളമായും സാവകാശമായും നമുക്ക് വേദപുസ്തകത്തോടുള്ള സമർപ്പണത്തിൽ മനസ്സിലാക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് നോട്ട്സ് മാത്രം കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകാം. ഇപ്പോൾ സാക്രമെന്റൽ ഓവർടോൺസ് ഓഫ് ലെൻറ്റ്, അല്ലെങ്കിൽ ലെൻറ്റ് ആസ് നോട്ട് ഈറ്റിംഗ് ബട്ട് ആസ് ബിക്കമിങ് ദ ബ്രെഡ്. അപ്പോൾ നമ്മൾ നോമ്പെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വർജിക്കുന്നു, അത് തിന്നാൻ താല്പര്യമുള്ളതാണ് എന്നതുകൊണ്ട് അത് നാം ഉപേക്ഷിക്കുന്നു, അതുകൊണ്ട് നാം നോമ്പ് ആചരിച്ചു എന്ന ധാരണയാണ് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നത്. മറ്റ് യാതൊരു ധാരണയും ഇതിനെ പറ്റിയില്ല. എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി ആഹാരം കഴിക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും ആത്മീയമായ നേട്ടമോ മേന്മയോ ഉണ്ടാകുന്നില്ല. എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കണമെന്നല്ല എൻ്റെ ആശയം. പക്ഷെ അങ്ങനെ വർജിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. എന്നാൽ നാം ആയിത്തീരേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും മാനിക്കുകയും ചെയ്ത് അവയോട് നമ്മുടെ കഴിവിനനുസരിച്ച്, സാഹചര്യങ്ങളുടെ പരിമിതികൾ അനുസരിച്ചാണെങ്കിൽ പോലും പ്രതികരിക്കാനുള്ള കർമ്മശേഷിയുള്ള വ്യക്തിത്വം ആർജിക്കുക. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു തന്നെ പറ്റി പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വിശപ്പ് ശമിപ്പിക്കാനുള്ള അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാകുന്നു, ദ ബ്രെഡ് ഫ്രം ഹെവൻ. അപ്പോൾ യേശു മരുഭൂമിയിൽ പോയത് ആഹാരം വർജിക്കാനല്ല, മറ്റുള്ളവരുടെ ആഹാരമായി തീരുവാനാണ് എന്ന സുവിശേഷ സത്യം, അത് സുവിശേഷത്തിൻ്റെ മർമ്മഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സത്യം, അത് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് അവസാനം തന്നെ ശിഷ്യന്മാരുമായി ആ കൂട്ടായ്മയുടെ വിരുന്ന്, ഫെലോഷിപ്പ് മീൽ ആചരിച്ചത്. അപ്പമെടുത്ത് നുറുക്കി, ഇതിൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി നൽകപ്പെടുന്ന ശരീരമാണ് എന്ന വിധത്തിലായിത്തീരുവാനുള്ള ദർശനം യേശു പ്രാപിച്ചത് ഈ 40 പകലും 40 രാവും മരുഭൂമിയിലെ ധ്യാനത്തിൽ കൂടെയും ആത്മീകമായ വളർച്ചയിൽ കൂടെയുമാണ് എന്നതാണ് സുവിശേഷങ്ങൾ നാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം ആചരിക്കുന്ന നോയമ്പിന് ആത്മീകമായ അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്നതിലല്ല, മറ്റുള്ളവരുടെ അപ്പമായി തീരുവാൻ, മറ്റുള്ളവരുടെ വിശപ്പടക്കുവാൻ പര്യാപ്തമായ പോഷകങ്ങളുള്ള വ്യക്തിത്വം പ്രാപിപ്പാനായി, അങ്ങനെ നാം ലോകത്തിൻ്റെ അപ്പമായി തീരുവാനുള്ള വളർച്ച തിരിച്ചറിയുന്നതും അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജീവിത ദർശനം പ്രാപിക്കുന്ന അവസ്ഥയുമായി ഈ നോമ്പ് കാലത്തെ നാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഏവരോടും പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ചിന്തകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു മണലാരണ്യത്തിൽ പോയി, മരുഭൂമിയിൽ പോയി, ആ അവസ്ഥയെ 2 വ്യത്യസ്തമായ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മരുഭൂമി എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ഒന്ന്,
വൈകാരികമായ മരുഭൂമി, ഇമോഷണൽ വിൽഡർനെസ് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ആ ഇമോഷണൽ വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈകാരികമായ മരുഭൂമി എന്ന് പറഞ്ഞാൽ, നമുക്ക് അയൽക്കാരാരുമില്ല, നാം ഏകരാണ്. ഈ വലിയ വലിയ ലോകത്തിൽ, വിശാലമായ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ഏകരാണ്. നാം തനിയെ ഇരിക്കുന്നു. ആരും നമുക്ക് വേണ്ടി കരുതുന്നില്ല, നമ്മളും ആർക്കു വേണ്ടി കരുതുന്നില്ല. യേശുവിൻ്റെ പ്രതീകാത്മകമായ ഭാഷയിൽ പറഞ്ഞാൽ, വിതയ്ക്കപ്പെടുവാൻ മടിയുള്ള ഗോതമ്പ് മണികളായി നാം തുടരുന്നു. അതുകൊണ്ട് നാം ഏകരായി ഇരിക്കുന്നു. ഈ ഒരവസ്ഥയാണ്. ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്രകാരമുള്ള മണലാരണ്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ ഒരു മണലാരണ്യമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രസിദ്ധ ആംഗലേയ കവിയായ T.S. എലിയറ്റ് ദ വേസ്റ്റ്ലൻഡ് എന്ന കവിത എഴുതിയിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ദ വേസ്റ്റ്ലൻഡ് ബൈ T.S. എലിയറ്റ്. ആധുനിക ജീവിതം, പ്രത്യേകിച്ച് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ഈ ചതുപ്പ് നിലത്തിൽ അർത്ഥശൂന്യമായ അവസ്ഥയിൽ മാത്രം കഴിയുന്നു. അവൻ മണലാരണ്യത്തിൻ്റെ അനുഭവത്തിലാണ് എന്ന തിരിച്ചറിവിൽ കൂടെയാണ് കവി മനുഷ്യൻ്റെ ആധുനിക യുഗത്തിലെ അവസ്ഥ മനസ്സിലാക്കുകയും ആ ശ്രദ്ധേയമായ കാവ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ ഇമോഷണൽ വിൽഡർനെസ്, വൈകാരികമായ മരുഭൂമിയുടെ അവസ്ഥ. മനുഷ്യൻ്റെ ജീവിതം വൈകാരികമായ മരുഭൂമിയാണ്. രണ്ടാമത് ആത്മീകമായ മരുഭൂമി, സ്പിരിച്വൽ വിൽഡർനെസ്. അവിടെ എനിക്ക് അയൽക്കാരനായി ആരുമില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ എന്നെ ആരും ഗൗനിക്കുന്നില്ല എന്നുള്ളതല്ല. എനിക്ക് എല്ലാവരുടെയും അയൽക്കാരനായി വളരുവാനും ആയിത്തീരുവാനും ആവശ്യമുണ്ട്. ഐ ഹാവ് എ നീഡ് ടു ബി നെയ്ബർ ടു ഓൾ. ഇത് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഉപമയാണ് നല്ല ശബരിക്കാരൻ്റെ ഉപമ. അത് നമുക്ക് പരിചിതമാണ്. എൻ്റെ വിശദാംശങ്ങൾ പരാമർശിച്ച കൂടുതൽ സമയം അതിനുവേണ്ടി കളയുന്നില്ല. അതിൽ യേശു പ്രത്യേകമായ അടിവരയിട്ട് പറയുന്നത്, എനിക്ക് അയൽക്കാരനുണ്ടോ ഇല്ലയോ എന്നതല്ല ചോദ്യം. മറ്റുള്ളവരുടെ അയൽക്കാരനായി പ്രവർത്തിക്കുവാനുള്ള വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും ക്ഷമതയും ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ മറ്റുള്ളവർക്ക് നല്ല ഒരു അയൽക്കാരനാണോ? ആം ഐ എ ഗുഡ് നെയ്ബർ ടു അതേഴ്സ്? ഇത് മനുഷ്യർക്ക് സാധിക്കാതെ പോകുന്നത് മനുഷ്യ സ്വഭാവത്തിൽ സംബന്ധിച്ച വന്നുപെട്ട വൈകല്യം കൊണ്ടാണ്. അത് ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിക്കുവാൻ മനുഷ്യൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നും എന്നെ കരുതണമെന്നും എന്നെ കേൾക്കണമെന്നും ഞാൻ താല്പര്യപ്പെടുമ്പോൾ തന്നെ എനിക്ക് ആരെയും സ്നേഹിക്കുവാനും കരുതുവാനും കേൾക്കുവാനും മനസ്സില്ല, സാവകാശമില്ല എന്ന ഒരവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കരുതണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു, അപ്രകാരം നിങ്ങൾ അവരെയും കരുതുവിൻ. ഡു അൺടു others as you would that they should do to you. അങ്ങനെ പ്രത്യേകമായി പഠിപ്പിക്കേണ്ട ആവശ്യം ഈ മണലാരണ്യ സ്വഭാവമുള്ള മനുഷ്യന്, അതായത് വൈകാരിക മണലാരണ്യ സ്വഭാവമുള്ള മനുഷ്യന് മറ്റാരെയും കരുതുവാനുള്ള കെൽപ്പില്ലാതെ പക്ഷപാത രോഗിയെപ്പോലെ ഒരു കട്ടിലിൽ കിടക്കുന്നു, ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. ഈ അവസ്ഥയിലാണ് മനുഷ്യൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരവസരമായി യേശു തൻ്റെ ആത്മീയ മണലാരണ്യ അവസ്ഥയെ പ്രയോജനപ്പെടുത്തി എന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട അംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യത്യാസം വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. വൈകാരികമായ മണലാരണ്യം, ആത്മീകമായ മണലാരണ്യം. വൈകാരികമായ മണലാരണ്യത്തോടുള്ള ദൈവ പ്രതികരണത്തിൻ്റെ പേരാണ് ആത്മീക മണലാരണ്യം. ദൈവം ആത്മീക മണലാരണ്യത്തിൽ ആയിത്തീരുവാൻ തീരുമാനിക്കുന്നത് വൈകാരിക മണലാരണ്യത്തിലായിപ്പോയി വലിയ കെടുതി അനുഭവിക്കുന്ന മനുഷ്യജാതിക്ക് അതിൽ നിന്ന് വിടുതൽ നൽകി
അവന് കൂട്ടായ്മയുടെ സമ്പത്ത്, അനുഗ്രഹം അനുഭവിപ്പാനുള്ള ഒരു സാധ്യതയിലേക്ക് സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവനെ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഈ തരുണത്തിൽ നാം വ്യക്തമായി ധരിക്കണം. നമുക്ക് മുൻപോട്ട് പോകാം. യേശു തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യം, അത് എൻ്റെ വിഭാവനയിൽ ഈ മണലാരണ്യത്തിൽ 40 പകലും 40 രാവും ധ്യാനിച്ചും ഉപവസിച്ചും പ്രാർത്ഥന ജീവിതത്തിൽ കഴിഞ്ഞതിൻ്റെ ഫലമായി വളരെ വ്യക്തമായി യേശു ആർജിച്ചെടുത്ത ഒരു തിരിച്ചറിവാണ് ലോകത്തിൽ മനുഷ്യജാതി ആകമാനം ഈ വൈകാരികമായ മണലാരണ്യത്തിൻ്റെ അനുഭവമാണ്. അത് നല്ല ശമര്യക്കാരൻ്റെ ഉപമ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരുത്തിന് യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്രയാകുമ്പോൾ അവനെ കള്ളന്മാർ ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും അവൻ മരിച്ചു എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ അവൻ ഏകനാണല്ലോ. അവൻ ഏകനാകാൻ കാരണം അവനെ ആക്രമിച്ച കള്ളന്മാർ അവരുടെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിച്ചാൽ നാം മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിരിക്കും, സംശയിക്കേണ്ട. കള്ളൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അത് പ്രതീകാത്മകമായി യേശു ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഏകപക്ഷീയമായി ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ, സ്വന്തം താല്പര്യം മാത്രം ലാക്കാക്കി മറ്റുള്ളവരോട് ആരെങ്കിലും ഇടപെടുന്നു, അവരെല്ലാവരും കള്ളന്മാരാണ്. അവരുടെ എല്ലാം തലതൊട്ടപ്പനാണ് സാത്താൻ. അത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു സൂചിപ്പിക്കുന്നുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന മർമ്മം മനസ്സിലാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, സാത്താൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി. എവിടെയെല്ലാം ആരെല്ലാം ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു, ഏകപക്ഷീയമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു, അവിടെയെല്ലാം എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് സാത്താൻ എന്നുള്ളത്. സാത്താൻ ഏകപക്ഷീയതയുടെ ദൈവമാണ്. അതുകൊണ്ട് ആ അവസ്ഥ, ആ ഒരു വൈകല്യം മനുഷ്യ സ്വഭാവത്തിൽ കടന്നു കഴിഞ്ഞാൽ അവൻ വൈകാരിക മണലാരണ്യത്തിലായിരിക്കും ആജീവനാന്തം എന്ന തിരിച്ചറിവ് നമുക്ക് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ വ്യക്തമായി കാണാൻ കഴിയും. അതുകൊണ്ട് നാം എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കള്ളന്മാരാണ്. ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന സമയത്തെല്ലാം നാം അറിഞ്ഞോ അറിയാതെയോ കള്ളന്മാരാണ്, അല്ലെങ്കിൽ കള്ളികളാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഒരു ആവശ്യം എപ്പോഴുണ്ട്. ഈ ഉപമയിൽ, നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ, ഒരു പുരോഹിതൻ വന്ന് അവിടെ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ട് മുഖം തിരിച്ച് നടന്നു പോകുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. അവനോട് മാത്രം അവൻ ചിന്തിക്കുന്നു. അവിടെ നിന്നാൽ അവിടെ വേദനിക്കുന്ന മനുഷ്യന് അല്പം സേവനം ചെയ്താൽ സ്വന്തം തടിക്ക് കേടുവരും എന്ന് പേടിച്ചിട്ടാണ് പുരോഹിതൻ മുഖം തിരിഞ്ഞ് നടന്നത്. അതുകൊണ്ട് ആ പുരോഹിതനും ഏകനാണ്, അതുപോലെ ലേവ്യനും ഏകനാണ്. ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നത് ശമര്യക്കാരന് മാത്രമാണ്. യഹൂദൻ വെറുത്തിരുന്ന ശമര്യക്കാരന് മാത്രമേ ഇപ്രകാരം പാരസ്പര്യത്തിൻ്റെ ആ സാധ്യതയിൽ, പാരസ്പര്യത്തിൻ്റെ വിശാലതയിൽ, ജീവിതത്തിൻ്റെ ഈ അവസ്ഥയോട്, ലോക യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാൻ സാധിച്ചുള്ളൂ എന്ന് യേശു സധൈര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അത് യഹൂദനെ ഒന്ന് ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി അവനെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഉപമ യേശു നിമിഷ നേരം കൊണ്ടുണ്ട് വിഭാവന ചെയ്തത് എന്ന് നമുക്കറിയാവുന്നതാണ്. മുൻപോട്ട് ചിന്തിക്കുമ്പോൾ ആത്മീകമായ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അന്തസത്ത എന്താണ്? വാട്ട് ഈസ് ദി എസെൻസ് ഓഫ് സ്പിരിച്വൽ മിഷൻ? അത് ഈ ലോകത്തിൽ മനുഷ്യൻ, ഞാൻ നല്ലതുപോലെ കണ്ടതുപോലെ, മനുഷ്യരെല്ലാവരും വൈകാരികമായ മണലാരണ്യത്തിലാണ്, അല്ലെങ്കിൽ ഓരോ ജീവിതവും വൈകാരിക മണലാരണ്യങ്ങളാണ്. ആ അവസ്ഥയിൽ നിന്ന് വ്യക്തികളെ വിടുവിച്ച്
അവരെ പാരസ്പര്യത്തിൻ്റെ സമ്പുഷ്ടിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അതിനാണ് കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ സഭകളിൽ പോലും ഇപ്രകാരമുള്ള വൈകാരികമായ മണലാരണ്യങ്ങളാണ്. ഓരോ വ്യക്തികളും അപ്രകാരമുള്ള അവസ്ഥയിലാണ് ഫെലോഷിപ്പിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത്. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനോ ഏതെങ്കിലും വിധത്തിൽ അതൊന്ന് ശമിപ്പിക്കാനോ ഉള്ള ശ്രമം പുരോഹിതന്മാരോ മെത്രാന്മാരോ നടത്താറില്ല. കാരണം അപ്രകാരമുള്ള തിരിച്ചറിവ് നമ്മുടെ മധ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ചില യാഥാർത്ഥ്യങ്ങൾ സൂചിപ്പിക്കുന്നു അത്രമാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, ഈ വൈകാരികമായ മണലാരണ്യത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ആത്മീകമായ മണലാരണ്യത്തെ തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആത്മീകമായ വകതിരിവ് പ്രാപിച്ചൊരു വ്യക്തിക്കും, അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ സാധിച്ചൊരു വ്യക്തിക്കും മാത്രമേ മനുഷ്യന്റെ സാർവലൗകികമായ വൈകാരിക മണലാരണ്യ അവസ്ഥയോട് വിടുതലിൻ്റെ ഭാഷയിൽ, വിടുതലിൻ്റെ അച്ചടക്കത്തിൽ പ്രതികരിക്കുവാനോ ഇടപെടുവാനോ സാധിക്കുകയുള്ളൂ എന്നതാണ് സുവിശേഷം വെളിപ്പെടുത്തുന്ന അടിസ്ഥാന പ്രമാണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഇടയൻ, അതിൻ്റെ 11-ാം വാക്യം, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. അതിനപ്പുറത്തൊരു പാരസ്പര്യം നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തോട് ദൈവിക സ്വഭാവം എപ്രകാരമാണ് പ്രതികരിക്കുന്നത്? നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കും. അല്ലാത്തവരോ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി ആടുകളെ കൊല്ലും അല്ലെങ്കിൽ വിൽക്കും. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം തിരിച്ചറിയാനുള്ള ധൈര്യം പോലും അല്ലെങ്കിൽ വകതിരി പോലും ഇന്ന് ക്രിസ്ത്യാനിക്കില്ല എന്നതുകൊണ്ട് നമ്മുടെ ഈ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ ഭീകരമായ ആത്മീക പാപ്പരത്വം തിരിച്ചറിയാതെ പോകുന്നു എന്നത് വളരെ നിരാശാജനകമാണ്. യേശു തന്നെ പറ്റി പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ നൽകുവാനായിട്ടാണ് ഞാൻ വന്നത്. ഈ ലോകത്തിലുള്ള രാജാക്കന്മാരും കരുത്തുള്ളവരും പ്രഭുക്കന്മാരുമെല്ലാം തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിൽ വൈദഗ്ധ്യം കാണിക്കുമ്പോൾ, എല്ലാവരും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവർക്ക് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആരോടും കടമയില്ല, ഞങ്ങളെ സേവിക്കുന്ന മറ്റുള്ളവരുടെ അഭിമാനമാണ് എന്ന വിധത്തിൽ കഴിയുമ്പോൾ, മനുഷ്യപുത്രൻ വന്ന് ഞാൻ ലോകത്തിൻ്റെ വിശപ്പടക്കാനുള്ള സ്വർഗത്തിൽ നിന്ന് തന്ന അപ്പമാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതിൻ്റെ അത്ഭുതവഹമായ അർത്ഥവ്യാപ്തി എത്ര മനോഹരമാണ്, എത്ര പ്രതീക്ഷാജനകമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും പ്രത്യാശയും ആവേശവും നിറഞ്ഞു തുളുമ്പാറുണ്ട് എന്ന ഈ തരുണത്തിൽ ഞാൻ സമ്മതിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഈ വൈകാരികമായ മരുഭൂമിയിൽ ചെന്ന് പെട്ടത് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തക ചരിത്രം ആരംഭിക്കുന്നത് തന്നെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനെ സൃഷ്ടിച്ച ശേഷം ദൈവം പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നാണ് എന്ന ഒരു തീരുമാനത്തിൽ ഏറെ താമസിയാതെ മനുഷ്യർ എത്തിച്ചേരുന്നുണ്ട്. അത് കയീനിൽ കൂടെയാണ് എന്ന് നമുക്കറിയാം. കയീൻ സ്വന്തം സഹോദരനായ, ഏക സഹോദരനായ ഹാബേലിനെ കൊന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ് നന്ന്. സഹോദരനെ കൂടെ കൊന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മുഴുവനും എനിക്കാകുമല്ലോ. ഞാൻ ഏകനായാൽ ഉള്ള അനുഗ്രഹം മുഴുവനും എനിക്ക് തരാൻ ദൈവം നിർബന്ധിതനായി തീരും. കാരണം മറ്റാർക്കും കൊടുക്കാനില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ് നല്ലത് എന്ന നിശ്ചയമായും ആ നിശ്ചയത്തിലാണ് കയീൻ സഹോദരനായ ഹാബേലിനെ കൊന്നത്. ആ പാരമ്പര്യത്തിലാണ് മാനവ ചരിത്രം, മാനവജാതി നിൽക്കുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിൽ നൈസർഗികമായി സ്വാഭാവികമായി പ്രവർത്തിക്കുന്ന മർമ്മമാണ്. നാം പിൽക്കാലത്ത് വരുമ്പോൾ ഹെരോദ് കയീൻ്റെ സന്തതിയാണ്.
സക്കായി അവൻ്റെ സന്തതിയാണ്, മഹാപുരോഹിതൻ അവൻ്റെ സന്തതിയാണ്, പൊന്തിയോസ് പീലാത്തോസ് അവൻ്റെ സന്തതിയാണ്, യൂദാസും അവൻ്റെ സന്തതിയാണ്. ഏകപക്ഷീയമായി പ്രവർത്തിക്കുക. കയ്യിൻ്റെ തത്വം ഞാനിത് വേറൊരു മുമ്പുകാല ചിന്തയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി ഈ തരുണത്തിൽ അത് ആവർത്തിച്ച് സമയം അതിനുവേണ്ടി കളയുന്നില്ല. അപ്പം ഈ ഒരു കാഴ്ചപ്പാട്, അതായത് ഏകപക്ഷീയമായി പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ എൻ്റെ സൗകര്യം മാത്രമനുസരിച്ച് ഉപയോഗിക്കുക, അവരെ കരുതേണ്ട ചുമതല എനിക്കില്ല എന്ന തെറ്റിദ്ധാരണയിൽ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നത് ദൈവനിർമ്മിതമായ മനുഷ്യ ജീവിതത്തിൻ്റെ തത്വത്തിന് ഘടകവിരുദ്ധമാണ്. ദിസ് ഈസ് കോൺട്രറി ടു ദ ലോജിക് ഓഫ് ലൈഫ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം അല്ലെങ്കിൽ ഗോതമ്പ് മണിയോട് സദൃശം എന്ന് പറയുന്നത്. കടുകുമണിയും ഗോതമ്പ് മണിയും വിതയ്ക്കപ്പെട്ട് അത് അവരിൽ തന്നെ മരിച്ച് പുതിയ അവസ്ഥ പ്രാപിച്ച് അതിൽ കൂടെ വളർന്നതിന് ശേഷമേ ലോകത്തിന് അനുഗ്രഹമായി അവയ്ക്ക് വളരുവാൻ സാധ്യമാകുകയുള്ളൂ. ആ വളർച്ചയാണ്, ആത്മീകമായ വളർച്ചയുടെ അർത്ഥം തന്നെ ഏകപക്ഷീയമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാർത്ഥത മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി. ഏകപക്ഷീയമായി കാണുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പരിമിതപ്പെട്ട അവസ്ഥയിൽ നിന്ന്, സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് പാരസ്പര്യത്തിൻ്റെ, മറ്റുള്ളവരെ കൂടെ കരുതുക, ദൈവത്തെ കരുതുക, മറ്റുള്ളവരെ കരുതുക എന്നുള്ള കരുതലിൻ്റെ പാരസ്പര്യത്തിൻ്റെ വിശാലതയിലേക്ക് പ്രവേശിക്കുന്ന ആ അനുഭവമാണ് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥയായി 2026 ആണ്ടിലെ നോമ്പ് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതേ മർമ്മമാണ് യേശു സക്രമത്തിൽ കൂടെ എന്നേക്കുമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സക്രമത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ വിശുദ്ധ സംസർഗത്തെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ആരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം, ആത്മീകമായ മർമ്മം ഇത് തന്നെയാണ്. അപ്പോൾ ഈ സക്രമത്തിൽ കൂടെ യേശു ചെയ്തത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന പൈശാചികമായ വൈകല്യം, എല്ലാറ്റിനോടും ഞാൻ ഏകപക്ഷീയമായും സ്വാർത്ഥത മാത്രം മുൻനിർത്തിയും ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യും എന്നതിൽ നിന്ന് പാരസ്പര്യത്തിൻ്റെ വിരുന്നിലേക്ക് മനുഷ്യജാതിയെ ആഹ്വാനം ചെയ്യുന്ന അതുല്യമായ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് ഈ സക്രമെന്റ് അല്ലെങ്കിൽ യൂക്രിസ്റ്റ് അല്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലി അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം എന്ന വിവിധ പേരിൽ അറിയപ്പെടുന്ന ഈ വലിയ വലിയ ആത്മീയമായ വെളിപ്പെടുത്തൽ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത്. അതിനേക്കാൾ വലിയ ഒരു പൈശാചികമായ പ്രവർത്തനം വിഭാവന ചെയ്യാൻ സാധ്യമല്ല എന്ന് ഇപ്പോൾ ഓർക്കേണ്ട, സമ്മതിക്കേണ്ട ഒരു കടമയുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊറിയയിൽ നിന്ന് വന്നൊരു കഥയുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ച് ദൈവത്തെ മുട്ടിച്ചു. അപ്പോൾ എന്താണ് അവനറിയേണ്ടത്? അവന് സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. എന്താണ് യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും? അവസാനം ദൈവം ഒരു മാലാഖെ ഗബ്രിയേലിനെ അയച്ചു. എന്നിട്ട് പറഞ്ഞ് അവനെ കൊണ്ട് കാണിക്കും. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തെ കൊണ്ട് നരകത്തെ കൊണ്ട് കാണിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വലിയ ഡിന്നർ ടേബിൾ, അതിൽ ഏറ്റവും നല്ല രുചിയേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. പക്ഷേ ആ മേശയുടെ ഇരുപക്ഷത്ത് വരുന്ന കഴിക്കുന്ന ആളുകളുടെ മുഖത്ത് വലിയ എന്താണ് പറയുന്നത്, കഷ്ടപ്പാടാണ്, അരിഷ്ടതയാണ്. കാരണം ഈ ആഹാരം കഴിക്കാനായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ചോപ്പ് സ്റ്റിക്ക് വലിയ വലിയ വാക്കിംഗ് സ്റ്റിക്കിനേക്കാൾ വലുതായതുകൊണ്ട് അത് ഉപയോഗിച്ച് ഈ മേശപ്പുറത്തിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥവും സ്വന്തം വായിലേക്ക് എത്തിക്കാൻ കഴിയാതെ നല്ല ഭക്ഷണത്തിൻ്റെ മുമ്പിൽ പൊരിയുന്ന വിശപ്പുള്ള വയറുമായിരുന്ന് അവർ നരകയാതന അനുഭവിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അപ്പം ആ കാഴ്ചയൊക്കെ കണ്ടുമടുത്ത് എനിക്കിവിടെ വേണ്ട, ഞാൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഗബ്രിയേൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി.
സ്വർഗത്തിൽ ചെന്നപ്പോൾ ഇയാൾ അങ്ങ് അതിശയിച്ച് ഞെട്ടിച്ചുപോയി. കാരണം അവിടെയും ഇതേ ദൃശ്യമാണ്. അതേ മേശ, അതേ ആഹാരം, അതുപോലെ തന്നെ മേശയുടെ ഇരു സൈഡിലും ഇരുന്ന ആളുകൾ കഴിക്കുന്നു. പക്ഷെ അവർ വളരെ സന്തോഷത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. നോക്കിയപ്പോൾ അവിടെ കണ്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഓരോരുത്തരും അവരവരുടെ അതേ ചോപ്സ്റ്റിക്ക്, നരകത്തിൽ കണ്ട അത്ര വലിയ ചോപ്സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്കിനേക്കാൾ വലിയ ചോപ്സ്റ്റിക്ക്, അത് ഉപയോഗിച്ച് അന്യോന്യം ആഹാരം കൊടുക്കുന്നു, ഫീഡിങ് ഈച്ച് അതർ. അതുകൊണ്ട് അവർക്ക് ആ ആഹാരം ആസ്വദിക്കാൻ ഇടയായി എന്നൊരു കൊറിയൻ കഥയുണ്ട്. അതിലൊരു മർമ്മമുണ്ട്. അതുകൊണ്ട് ഈ തരുണത്തിൽ ഞാൻ ഒന്ന് ഓർത്തുപോയതാണ്. നാം ഈ വലിയ ചോപ്സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ വായിലോട്ട് മാത്രം ഇടാൻ കാത്തിരിക്കുമ്പോൾ മറ്റാരെയും കരുതുവാൻ എനിക്ക് സമ്മതമില്ല. കാരണം നമുക്ക് കിട്ടിയ പരിശീലനം അങ്ങനെയാണ്. എന്നതുകൊണ്ട് നാം ആജീവനാന്തം ഈ സമൃദ്ധമായ മേശയ്ക്ക് ചുറ്റും വരുന്ന പട്ടിണി അനുഭവിക്കുന്നു. അതിൽ നിന്ന് വ്യത്യാസം വരണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം എന്നതാണ് ഈ കൊറിയൻ കഥയുടെ സാരാംശം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജാതിയോട് പ്രതികരിക്കാൻ രണ്ട് വ്യത്യസ്തമായ സാധ്യതകളുണ്ട് എന്നത് വേദപുസ്തകത്തെ ആദ്യം മുതൽ അവസാനം വരെ നാം പരിഗണിച്ചാൽ ഈ തത്വം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ആദാം അല്ലെങ്കിൽ ഹവ്വായിൽ കൂടെ ആദാം എന്താണ് ചെയ്യുന്നത്? വിലക്കപ്പെട്ട കനി അത് തിന്നരുത് എന്ന് പറഞ്ഞ് തിന്നുന്നു. അത് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം പറഞ്ഞു തിന്നരുത് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി പ്രവർത്തിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ദൈവനിർമ്മിതമായ തോട്ടത്തിൽ ദൈവം തന്നെ വിഭാവന ചെയ്ത നന്മതിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം ഏകപക്ഷീയമായി ആസ്വദിച്ചാൽ, ഭക്ഷിച്ചാൽ, അതുകൊണ്ട് മനുഷ്യൻ ഈ വൈകാരികമായ മണലാരണ്യത്തിൻ്റെ അവസ്ഥയിലായിത്തീരും. എന്നാൽ അതിന് മറുമരുന്നായി യേശു അവതരിപ്പിച്ചതാണ് ഈ സക്രമെന്റ്. ഞാൻ എൻ്റെ വയറ് നിറയ്ക്കുമെന്നുള്ളതല്ല, നിന്റെ വിശപ്പിൻ്റെ മറുപടി ഞാനാണ്, നിന്റെ വിശപ്പടക്കാനുള്ള അപ്പം ഞാനാണ്. എത്രയോ മനോഹരമായ ഒരു അവസ്ഥ മാറ്റമാണ് ഇവിടെ വിഭാവന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ ഈ സക്രമെന്റിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ആത്മീകമായ ഉദ്ദേശം എന്താണ്? എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു വലിയ പ്രമാണം ഇവിടെയുണ്ട്. ആത്മീകമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗമോ മനുഷ്യജാതിയുടെ വിശപ്പടക്കുന്ന അപ്പമായി തീരുവാൻ നമ്മുടെ വ്യക്തിത്വത്തെ നാം പ്രത്യേകമായി കാത്തു സൂക്ഷിക്കണം. അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യണം എന്നതാണ് ഈ സക്രമെന്റിന്റെ ഉള്ളടക്കമെന്ന് ആരും തന്നെ നിങ്ങളോട് പറയാറില്ല. അത് കിഴക്കോട്ട് തിരിഞ്ഞു വേണോ, പടിഞ്ഞാട്ട് തിരിഞ്ഞു വേണോ, ഒറ്റക്കാലിൽ നിന്ന് വേണോ, മുട്ടുകുത്തി നിൽക്കണോ, മേപ്പോട്ട് നോക്കണോ, കീപ്പോട്ട് നോക്കണോ എന്നല്ലാതെ യാതൊരു അർത്ഥവുമില്ലാത്ത ജൽപ്പനങ്ങൾ മാത്രമാണ് ഇത് സംബന്ധമായി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ മണ്ടത്തരം ഏറ്റവും കൂടുതൽ വെളിപ്പെട്ട് വരുന്നത് ഈ സുപ്രധാനമായ സക്രമെന്റിനോടുള്ള ബന്ധത്തിലാണ് എന്ന് തന്നെ നമ്മെ ഞെട്ടിപ്പിക്കേണ്ട ഒരു ചരിത്ര സത്യമാണ്. അപ്പോൾ യേശു വളരെ വ്യക്തമായി യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ശങ്കയ്ക്കും ഇടമില്ലാത്ത വിധത്തിൽ യേശു പറഞ്ഞു, ഞാൻ മനുഷ്യജാതിയുടെ വിശപ്പടക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്, ദ ബ്രെഡ് ഫ്രം ഹെവൻ. ആ തരത്തിൽ നാം വളരേണ്ട ആവശ്യം ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയായി ഈ നോമ്പ് കാലം അതിൻ്റെ അച്ചടക്കം ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നാം തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരും നിവർത്തിക്കേണ്ട ആത്മീകമായ ദൗത്യം എന്താണ്? നമ്മുടെ തന്നെ സ്വഭാവത്തെ ഈ വിലക്കപ്പെട്ട കനി മാത്രം തിന്ന് ജീവിക്കുന്ന സ്വാർത്ഥതയുടെ അനുഭവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ആത്മീക കനിയായി വളർത്തിയെടുക്കുവാനുള്ള കടമ നമുക്കുണ്ട്. അല്ലാത്ത മനുഷ്യന്റെ അവസ്ഥ വളരെ ഭീകരമാണ്. ഈ തരുണത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചെറിയ നോവലാണ് ജോസഫ് കൊർസീനിയോവ്സ്കി കോൺറാഡ് എന്ന് പറയുന്ന നോവലിസ്റ്റിൻ്റെ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന
എന്ന നോവൽ. അത് വളരെ ചെറിയൊരു നോവലാണ്, 120-130 പേജേ ഉള്ളൂ. അതിനകത്ത് കേർട്സ് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹം കോങ്കോയിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിന്റെ വെളിച്ചം പേറി ആണ് താൻ പോകുന്നതെന്നൊക്കെ ധാരണയിൽ ചെല്ലുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഏറെ നാൾ കഴിയാതെ നാം ഇതുവരെ കണ്ടുവന്ന വൈകാരികമായ മണലാരണ്യത്തിന്റെ വ്യക്തിത്വമാണ് തൻ്റേത് എന്ന യാഥാർത്ഥ്യം വെളിയിൽ വരികയും ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങാൻ തക്കവണ്ണം എങ്ങനെയാണ് എൻ്റെ വാ പൊളിക്കാൻ എനിക്ക് സാധിക്കേണ്ടത് എന്ന വിധത്തിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. കോൺറാഡ് ആ നോവലിന്റെ അവസാനം പറയുന്നത്, ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് വൈഡ് ഇനഫ് ടു സ്വോളോ ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും എൻ്റേതായിരിക്കണം, അത് വിഴുങ്ങിയാൽ കൊള്ളാം എന്ന വിധത്തിൽ ആണ് ഈ മനുഷ്യൻ അവസാനം മരിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ നാം നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു. അത് കൈനിലാണെങ്കിലും സഖായിലാണെങ്കിലും നമുക്ക് കാണാം. എന്നാൽ യേശുവിൽ കണ്ട സമീപനം, സ്വഭാവം നേരെ മറിച്ചാണ്. മറ്റുള്ളവരുടെ വിശപ്പിനോട് പ്രതികരിക്കത്തക്കവണ്ണമുള്ള വ്യക്തിത്വമായി, ലോകത്തിൻ്റെ അപ്പമായി എൻ്റെ വ്യക്തിത്വത്തെ എപ്രകാരം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന അന്വേഷണമാണ് ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് എന്നാണ് വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരുഭൂമിയിലേക്ക് പോയത് ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവിൻ്റെ നഴ്സറി ആയിട്ടാണ്. ദി വിൽഡർനെസ് വാസ് ഫോർ ജീസസ് ദ നഴ്സറി ഓഫ് ദിസ് ന്യൂ റിയലൈസേഷൻ. ഈ ഒരു പുതിയ തിരിച്ചറിവിൻ്റെ എന്താ പറയുക, നഴ്സറിയാണ് ആയിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ മരുഭൂമിയിലെ അവസ്ഥ. എന്നാൽ നാം ഇന്ന് ലെൻറ്റിനെ അല്ലെങ്കിൽ നോയമ്പിനെ മനസ്സിലാക്കുന്നത് തികച്ചും മതപരമായിട്ടാണ്, ആത്മീയമായിട്ടല്ല. അതുകൊണ്ട് നോമ്പെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ കഴിക്കാതെ നാം മാറി നിൽക്കുന്നു. അത് വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട വിലക്കപ്പെട്ട കനിയോട് ബന്ധപ്പെട്ടതാണ്, യേശുവിനോട് ബന്ധപ്പെട്ടതല്ല. നീ ഇന്നത് തിന്നരുത് തിന്നരുത് തിന്നരുത്. അത് വിലക്കപ്പെട്ട കനിയാണ്. വർഷത്തിൽ 40 ദിവസം ഇറച്ചിയും മീനും മുട്ടയും പാലും വിലക്കപ്പെട്ട കനിയാണ്. അതുകൊണ്ട് നാം നോയമ്പ് ആചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 40 ദിവസവും നാം ഏത് ഭക്ഷണ പദാർത്ഥങ്ങളാണോ വർജിക്കുന്നത് അത് തിന്നാനുള്ള, അത് ആസ്വദിക്കാനുള്ള ദാഹത്തിൻ്റെ അല്ലെങ്കിൽ വിശപ്പിൻ്റെ അല്ലെ താല്പര്യത്തിൻ്റെ മൂർച്ച വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. Our fasting sharpens the enjoyment of our ഈസ്റ്റർ ഈറ്റിംഗ്. ഈസ്റ്റർ വരാനായിട്ട് കാത്തിരുന്നു കൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് നാം ചില കാര്യങ്ങൾ വർജിക്കുന്നത്. ഈസ്റ്റർ വന്നാലോ തകർത്ത് കളയും. ഇതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയുടെ പാപ്പരത്വം മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ താരിപ്പിൻ്റെ അടിമകളായതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോലും നമുക്ക് സാവകാശമില്ലാതെ പോകുന്നു. ആത്മീയമായി നോക്കുമ്പോൾ Lent needs to be an experience of reversing the aberration of living only for oneself. എന്താണ് വാസ്തവത്തിൽ നോമ്പെന്ന് പറഞ്ഞു? നാം ഇപ്പോൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശു എന്ന മാതൃക അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹമായി തീരണം. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആധികാരികത എന്ന തിരിച്ചറിവിലേക്ക് വരികയും അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രസക്തമായി തീരുന്ന അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയായി ലെൻറ്റിനെ സകാരാത്മകമായി മനസ്സിലാക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യം ഈ ലെൻറ്റിൽ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഇടയാകട്ടെ. അപ്പോൾ യേശു മണലാരണ്യത്തിൽ പോയി എന്നത് മാത്രമല്ല, 40 പകലും 40 രാവും ഉപവസിച്ചു എന്നത് മാത്രമല്ല, അവൻ ആ അവസ്ഥയിൽ നിന്ന്, ആ ആത്മീയ മണലാരണ്യത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൻ സർവ്വലോകത്തിൻ്റെയും അയൽക്കാരനായിട്ടാണ് മടങ്ങി വന്നത്. ജീസസ് റിട്ടേൺ ഫ്രം ദ വിൽഡർനെസ് ആസ് നെയ്ബർ ടു ഓൾ ഓഫ് ഹ്യൂമാനിറ്റി. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ
നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് യഹൂദന്മാരോടോ ക്രിസ്ത്യാനികളോടോ മെത്രാന്മാരോടോ കത്തനാന്മാരോടോ മറുഭാഷ പറയുന്ന പാസ്റ്ററോടോ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരോടും യാതൊരു വ്യത്യാസവുമില്ലാതെ. അതാണ് യഥാർത്ഥത്തിലുള്ള നോമ്പിൻ്റെ അർത്ഥം. ആ ഒരു അവസ്ഥ പ്രാപിക്കാതെ നാം നമ്മുടെ വാർഷിക നോമ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് യാതൊരു മാറ്റവും വരാതെ പഴയ മനുഷ്യൻ, കല്ലിൽ കൊത്തിവെച്ച ആ മനുഷ്യൻ അതുപോലെ ഈ 40 ദിവസം കഴിഞ്ഞ് വയറ് നിറച്ച് ഈസ്റ്ററും കഴിച്ച് ആ ഒരേ നിപ്പാണ്, കുടവേറും തലോടി ആ നിപ്പാണ് ഇപ്പോഴും എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അല്പം പോലും വ്യത്യാസം വരാതെ നാം ഇപ്പോഴും കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഇൻ ദ വിൽഡർനെസ് എക്സ്പീരിയൻസ് ഓഫ് ജീസസ് വി ക്യാൻ സീ ദി ഔട്ട്ലൈൻ ഓഫ് ദ സാക്രമെന്റ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വിഷയം തന്നെ അതാണ്. നമ്മുടെ നോമ്പിൽ സക്രമെന്റിന്റെ മുൻരുചികൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് യേശു തൻ്റെ മനലാരണ്യ അനുഭവത്തെ മനസ്സിലാക്കിയത് എന്ന് യേശു അപ്രകാരം തന്നെ പറയുന്നില്ല എങ്കിലും സുവിശേഷത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ സാധിക്കും. ജീസസ് കെയിം ബാക്ക് ആസ് എ ബ്രെഡ് ഫോർ ഹ്യൂമാനിറ്റി. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരുമായി ഈ അത്താഴം ആചരിക്കുകയും ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം എൻ്റെ വ്യക്തിത്വം പോലെ വളരണം എന്ന് മാത്രമാണ്, എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള നോമ്പ്, ആത്മീകമായ അർത്ഥമുള്ള നോമ്പ് ആചരിച്ചാൽ നാമും ഇപ്രകാരമുള്ളൊരു ദർശനം പ്രാപിക്കും. അല്ലാത്തതൊന്നും നോമ്പല്ല, ആത്മീകമായ നോമ്പല്ല, മതപരമായ നോമ്പായിരിക്കും. അതുകൊണ്ട് യേശു പറയുന്നു, നമുക്കറിയാം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമയിൽ ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. അപ്പോൾ ഞാൻ ആരാണ് എന്നവിടെ പറയുന്നത്? ഏറ്റവും ചെറിയവരായ ഇവരിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതെനിക്ക് നിങ്ങൾ ചെയ്തതാണ്. ഐ എം ഓൾ ദോസ് ഹു ആർ ഇൻ നീഡ്. അപ്പോൾ യേശു അവരോട് പറയുന്നത്, എനിക്ക് വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. യേശു അവരോട് പറഞ്ഞില്ല എനിക്ക് വിശപ്പുണ്ടായിരുന്നു, നിങ്ങൾ പാലും മുട്ടയും കഴിക്കുന്നത് ഉപേക്ഷിച്ചു എന്നല്ല അവിടെ പറയുന്നത്. പാലും മുട്ടയും ഇറച്ചിയും കച്ചിയും ഒക്കെ മാറ്റിയാലും നിങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ വൈമനസ്യമുള്ളവരാണ്, അതിനോട് പുരോഹിതനെ പോലെയും ലേവിനെ പോലെയും കണ്ണടയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 40 അല്ല 400 ദിവസം നോമ്പ്, മതപരമായ നോമ്പ് ആചരിച്ചാലും നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ ഒരു സത്യം ഇപ്പോഴത്തെ പോപ്പ് ലിയോ 14 തിരിച്ചറിഞ്ഞതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് our Lent must liberate us from our parochial narrow-mindedness and equip us to be universal neighbors. നമ്മൾ ഇപ്പോഴായിരിക്കുന്ന എൻ്റെ സഭ, എൻ്റെ എന്താ പറയുന്നത്, പാരമ്പര്യം, അത് മാത്രമാണ്, മറ്റൊന്നും ലോകത്തിൽ പ്രസക്തമല്ല. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സാർവലൗകികമായ ദർശനം, യേശുവിൽ കണ്ട ദർശനം പ്രാപിക്കുന്ന വിടുതലിൻ്റെ അവസ്ഥയായി തീരട്ടെ. അങ്ങനെയില്ല എങ്കിൽ നാം ആയിരിക്കുന്ന സാഹചര്യത്തോട് യാതൊരു വിധത്തിലും പ്രസക്തി പ്രാപിപ്പാൻ ഇടയാകാതെ നാം അപ്രസക്തിയുടെ പടുകുഴിയിൽ ആയിപ്പോകും. യേശു വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് പ്രസക്തിയില്ല എങ്കിൽ നിങ്ങൾ അപലപിക്കപ്പെടും, നിങ്ങൾ ചവിട്ടി മെതിക്കപ്പെടും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് ഗുണം വരുത്താം? അത് എറിഞ്ഞു കളഞ്ഞിട്ട് മനുഷ്യ ചവിട്ടി മെതിക്കാൻ മാത്രമേ കൊള്ളുകയുള്ളൂ. ആ അപ്രസക്തമായ അവസ്ഥയിൽ വിശ്വാസി ആയിപ്പോയാൽ ന്യായമായും അവൻ വെറുക്കപ്പെടുകയും സമൂഹത്തിൻ്റെ കണ്ണിൽ അപഹാസ്യപാത്രമായി തീരും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ എങ്കിലും ആ ലക്ഷ്യമെങ്കിലും വെച്ച് നാം ഇതുവരെ നോമ്പിനെ പറ്റി വെച്ച് പുലർത്തിയ അർത്ഥശൂന്യമായ സങ്കല്പങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ആത്മീകമായ സകാരാത്മകതയുള്ള അർത്ഥവ്യാപ്തിയുള്ള
യേശുവിൻ്റെ മാതൃകയോട് നീതി പുലർത്തുന്ന ഒരു നോമ്പ് ദർശനം പ്രാപിപ്പാൻ 2026 ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ വന്ദനം.